ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസ് അതിന്റെ ദേഷ്യം മുഴുവൻ ജനങ്ങളോട് തീർക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കർണാടകയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിയാൻ ആരംഭിച്ചിരിക്കുകയാണിവർ. അഴിമതിക്കാണെങ്കിൽ ഒരു കുറവുമില്ല. പട്ടികവർഗ വികസന പദ്ധതികൾക്കായുള്ള ഫണ്ട് സ്വകാര്യ കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് ചീത്തപ്പേര് വരാതിരിക്കാനാണത്രേ രാജി. അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് രാജ്യം മുഴുവൻ നല്ല പേരാണല്ലോ. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാം സൗജന്യമെന്ന് പറയുകയും കാര്യം കഴിയുമ്പോൾ കൈമലർത്തുകയും ചെയ്യുന്ന കോൺഗ്രസ് നയം UP-യിലും കാണാം. സ്ത്രീകൾക്ക് മാസത്തിൽ 8500 രൂപ വീതം ഒരു വർഷം 1 ലക്ഷം രൂപ നൽകുമെന്ന് കേട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി ബഹളമായി. കാശ് അണ്ണൻ തരുമെന്ന് പറഞ്ഞ് തടിതപ്പാൻ കോൺഗ്രസുകാരെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. UP-യിൽ കോൺഗ്രസ് ഓഫീസിന് പുറത്താണ് അടിയെങ്കിൽ ഇവിടെ തൃശൂരിൽ ഓഫീസിനകത്താണ് അടി. കെ മുരളീധരന്റെ പരിതാപകരമായ തോൽവിയെ തുടർന്ന് DCC പ്രസിഡന്റിനു നേരെ നടന്ന മുരളീധരൻ വിഭാഗത്തിന്റെ ആക്രമണമാണ് ദേശീയ ശ്രദ്ധയാകർഷിച്ചത്. ദേശീയ ഗുസ്തി ഫെഡറേഷൻ ചിലരേക്ക് നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിയും. വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക എത്തും.